അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ഞാനും പൊന്നൂസും കൂടെ ഉണ്ട് കേട്ടോ. കൊച്ചിയിലോട്ടാണ് പോണത്. രാവിലെ 5:16 ട്രെയിൻ. 5:16 പരശുരാമ എക്സ്പ്രസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നായിരുന്നു ട്രെയിൻ. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇന്നലെ തന്നെ വൈകുന്നേരം ട്രെയിനിൽ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീറ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലായിട്ടാണ് സീറ്റ് വന്നത്. വിൻഡോ സൈഡ് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ വിൻഡോ സൈഡ് കിട്ടി, അടുത്തടുത്ത് സീറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ എൻ്റെ അടുത്തുള്ള സീറ്റ് ഒഴിവുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പൊന്നൂസും കൂടെ അവിടെ ഇരുന്നു കേട്ടോ. ആദ്യം കണ്ടുപിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ആളടുത്തൊക്കെ ചോദിച്ച്, പിന്നെ D3 ആയിരുന്നു, അതൊക്കെ ചോദിച്ച് സീറ്റ് നമ്പർ നോക്കിയിരുന്നാൽ മതി. ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റ് സീറ്റിലിരുന്നു. പിന്നെ ഇനി പോകുന്നതിന് എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസ് വളരെ ഒരു ടഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്കിലും ഇനി പോകുന്നതിൽ എനിക്ക് പേടിയൊന്നുമില്ല. അകത്ത് ഒരുപാട് ഫുഡുകൾ കൊണ്ടുവന്നു. പിന്നെ അത് നമ്മൾ മേടിച്ച് കഴിച്ചില്ല കേട്ടോ. ഇഡ്ഡലി, വട, ബ്രെഡ് ഓംലെറ്റൊക്കെ കൊണ്ടുവന്നു. ഒന്നാമത് എനിക്കും പൊന്നൂസിനും ഇങ്ങനെ ട്രെയിനിനകത്ത് കൊണ്ടുവരുന്ന ഫുഡുകളൊന്നും അത്ര ഇഷ്ടമല്ല. പിന്നെ 4 മണിക്കൂർ തന്നെയല്ലോ യാത്ര. എന്തായാലും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡാർക്ക് ആൻഡ് ഫാൻറ്റസി ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. പിന്നെ കപ്പലണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡാർക്ക് ആൻഡ് ഫാൻറ്റസി പൊട്ടിച്ചിട്ട് അതിനകത്ത് ഈ ചോക്ലേറ്റ് ഉണ്ടാവുമല്ലോ, അതിനെ ഇങ്ങനെ നക്കി തിന്നണം. അതൊരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ കടല ഉണ്ടായിരുന്നു. കപ്പലണ്ടി എന്നാണ് പറയാൻ വേണ്ടി വന്നത്. ഞങ്ങളുടെ ഒരു നെയ്യാറ്റിൻകര കപ്പലണ്ടി എന്നാണ് പറയണത് കേട്ടോ, ട്രിവാൻഡ്രം സൈഡിലൊക്കെ. അങ്ങനെ കടല അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഇടവേള എന്നുള്ള രീതിയിൽ ഞാനും പൊന്നൂസും കൂടെ ഇങ്ങനെ അവളെ കയ്യിൽ വളയുണ്ടായിരുന്നു, അതിനെ പൊട്ടിച്ച് പിന്നെ എന്തൊക്കെയൊരു രീതി അവൾ പറഞ്ഞു തന്നു. പിന്നെ അവൾക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഒരു ബോറടിക്കാതിരിക്കാൻ വേണ്ടി അവളെ കൂടെ ഞാനും കുറച്ച് നേരം ഇരുന്ന് അതും കളിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ചിലവഴിച്ചു. പിന്നെ നമ്മളടുത്ത് ഇരിക്കുന്ന ആൾ തൊട്ടടുത്ത സൈഡിൽ തന്നെ ഇറങ്ങി. പിന്നെ ലേസിൻ്റെ കവർ ഉണ്ടായിരുന്നു, അതിനെ അവൾ കാറ്റിപ്പറത്തി കളിക്കുകയാണ്. ഇതൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നത്. ട്രെയിനിൽ സമയം ഒരു 10 മിനിറ്റ് ലേറ്റായിരുന്നെങ്കിലും എത്തിയപ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമ്മളെത്തി. പിന്നെ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ നേരെ അവളുടെ വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ സിദ്ധുട്ടൻ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേസ്. അവനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം, ലോകം പിടിച്ചടക്കിയൊരു ഫീലാണ് അവൻ ഇങ്ങനെ കിടക്കുമ്പോൾ. അപ്പോൾ 2 ദിവസം ഇനി കൊച്ചിയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.